ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബന്ധികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഹമാസ് മുന്നോട്ട് വെച്ച കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളി. ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക, തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കുക, ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ അംഗീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഹമാസിന്റെ കരാർ അംഗീകരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമങ്ങളെ വ്യർത്ഥമാക്കുന്നതാണെന്ന് നെതന്യാഹു പറഞ്ഞു. ബന്ധിമോചനത്തിനായി ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് നെതന്യാഹു ഈ കരാർ തള്ളിയത്. ഹമാസ് രാക്ഷസന്മാരാണെന്നും അവര് മുന്നോട്ട് വെച്ച കരാർ പൂർണ്ണമായും തള്ളുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷയെക്കുറിച്ച് ഒരു ഉറപ്പും നൽകാൻ നമുക്കിനിയും സാധിക്കില്ല. കുടിയൊഴിപ്പിക്കപ്പെട്ടവർ അവരെ തിരികെ സുരക്ഷിതരായി കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. അടുത്ത ഒക്ടോബർ 7 ഏത് സമയത്തും സംഭവിച്ചേക്കാം, നെതന്യാഹു പറഞ്ഞു. ശരിയാണ്. 1400 ആളുകളെ ഒക്ടോബർ 7 ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു യുദ്ധകാഹളവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ കൊന്നു തള്ളിയ ഹമാസ് ഭീകരർക്ക് ഒരിക്കൽ കൂടി ഒക്ടോബർ 7 പുനരാരംഭിക്കാം. ഇവർ രാക്ഷസന്മാരാണ്. സാധാരണക്കാരനായ ജൂതന്മാരുടെ രക്തം കുടിക്കാൻ വേണ്ടി നമ്മളെ അള്ളാഹു നിയോഗിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന, ഒരു കയ്യിൽ ഗ്രന്ഥവും മറു കയ്യിൽ കത്തിയുമായിട്ട് ഇറങ്ങുന്ന ഈ രാക്ഷസന്മാര് മുന്നോട്ട് വെച്ച കരാറ് തള്ളിയ നെതന്യാഹുവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കണം. കാരണം ഇനിയും ഹമാസ് തന്നെയാണ് ഗാസയിൽ അധികാരമേൽക്കുന്നതെങ്കിൽ ഇസ്രായേലിൽ ഉള്ള പൗരന്മാർക്ക് എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇസ്രായേലിന് നൽകാൻ കഴിയുന്നത്? അതുപോലെ 21 ലക്ഷത്തോളം ആളുകൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു, നാട് ബഹിഷ്കരിക്കേണ്ടി വന്നു, അഭയാർത്ഥികളാക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ ഇനിയും സുരക്ഷിതരായി കൊണ്ടുവരാൻ എങ്ങനെ കഴിയും? ഏത് നിമിഷവും ഒക്ടോബർ 7 പോലെ ഒരു ദിവസം ഇനിയും ഹമാസ് വിചാരിച്ചാൽ ആരംഭിക്കാമല്ലോ. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ താൻ എതിർക്കുന്നതായി കഴിഞ്ഞ ദിവസം നെതന്യാഹു ആവർത്തിച്ചു. ജോർദാന് പടിഞ്ഞാറ് മുഴുവനും നിയന്ത്രണം ഇസ്രായേലിന് വേണമെന്നും അത് പലസ്തീൻ രാഷ്ട്രത്തിനെതിരാണെന്നുമാണ് നെതന്യാഹു എക്സിൽ കുറിച്ചത്. അതേസമയം ഹമാസ് ബന്ധികളാക്കിയവരുടെ മോചനം വൈകുന്നതിൽ ഇസ്രായേലിൽ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം വളരെ രൂക്ഷമാകുകയാണ്. ബന്ധികളുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധ റാലികളും പരിപാടികളും തുടരുകയാണ്. രാഷ്ട്രീയ പാർട്ടികളും സമ്മർദ്ദം ചെലുത്തുകയാണ്. യുദ്ധം അവസാനിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ക്യാമ്പയിൻ നടക്കുന്നുണ്ട് യഥേഷ്ടം. അടുത്ത സഖ്യകക്ഷിയായ US-ഉമായി സ്വരച്ചേർച്ചകൾ ഉണ്ടാകുന്നതും നെതന്യാഹുവിനെ പ്രതിരോധത്തിൽ ആഴ്ത്തുന്നുണ്ട്. ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണെന്നായിരുന്നു നെതന്യാഹുവുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ എതിർത്ത് നെതന്യാഹു തന്നെ പ്രസ്താവന ഇറക്കിയത്. അതായത് തുടക്കം മുതൽ ഇതുവരെ ഇസ്രായേലിനോട് അനുഭാവം കാണിച്ച് അടുത്ത് നിന്ന US-ന്റെ നിലപാടുകളും അഭിപ്രായങ്ങൾ പോലും തള്ളി സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ എന്നും തങ്ങൾക്ക് ഏത് വിഷയത്തിൽ എന്ത് നിലപാടുകൾ, എന്ത് അഭിപ്രായങ്ങൾ എടുക്കണമെന്ന് അറിയാമെന്നും പറഞ്ഞ് നെതന്യാഹു വീണ്ടും മുന്നോട്ട് പോകുകയാണ്. സ്വാഭാവികമാണ്, ഇസ്രായേലിലെ ബന്ധികളാക്കപ്പെട്ട ഹമാസ് ഭീകരരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ഇസ്രായേലി പൗരന്മാരെ കുറിച്ച് മാത്രമേ അവരുടെ ബന്ധുമിത്രാദികൾ ചിന്തിക്കൂ. അവർക്ക് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനേക്കാൾ പ്രധാനം അവരുടെ ബന്ധികളാക്കപ്പെട്ട രക്തബന്ധങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാകും, പ്രകടനങ്ങൾ ഉണ്ടാകും, ധർണകളും പ്രതിഷേധ റാലികളും ഉണ്ടാകും. നെതന്യാഹുവിനെതിരെ എതിർപ്പുകൾ വ്യാപകമാകും. പക്ഷേ നെതന്യാഹുവിനെ ഒന്ന് നോക്കിയേ പറ്റൂ, രാഷ്ട്രത്തിന്റെ അസ്തിത്വം, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും നിലപാടും സുരക്ഷയും നോക്കിയിട്ടല്ലാതെ നെതന്യാഹുവിന് ബന്ധികളുടെ പിന്നാലെ പോകാൻ പറ്റില്ല. ഈ 137 ബന്ധികളുടെ പിന്നാലെയാണ് നെതന്യാഹുവും സൈന്യവും പോകുന്നതെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം അനിക്സ്പ്ലേയുടെ പരസ്യം പോലെയായി മാറുമെന്ന് നെതന്യാഹുവിനറിയാം. യുദ്ധം നിർത്താൻ സാധിക്കാത്ത വിധം ഹമാസ് ഇപ്പോഴും സായുധ സമ്പന്നമാണെന്നാണ് US-ന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുന്നത്. പലസ്തീനിലെ സായുധ സംഘടനയാണ് ഹമാസ്. ഇപ്പോഴും അവർ ശക്തരായതുകൊണ്ടാണ് സംഘടന ഏത് രീതിയിലാണ് തിരിച്ചടിക്കുമെന്നും ആക്രമണങ്ങൾ തൊടുത്തുവിടുമെന്നതിലും അവ്യക്തതയുണ്ടെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്.
ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ഹമാസ് പ്രവർത്തകരുടെ മരണസംഖ്യ പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യത്തിന് ശരിയാവണ്ണം പ്രായോഗികമല്ല എന്നാണ് ഏജൻസികൾ വിലയിരുത്തുന്നത്. പിന്നെ എന്ത് ചെയ്യണം ഹമാസ് ഭീകരരെ തുരത്താതെ ഇസ്രായേലിന് സമാധാനം ലഭിക്കില്ല, അവർക്ക് സുരക്ഷിതത്വവും ലഭിക്കില്ല. അവരെ അങ്ങോട്ട് ആക്രമിച്ച ഹമാസ് എന്ന ഭീകര സംഘടനാ നേതാക്കളെ ഇല്ലാതാക്കുക എന്നത് നെതന്യാഹുവിന്റെ മാത്രമല്ല ഇസ്രായേലിലെ ഓരോ ചെറുതും വലുതുമായ ആളുകളുടെയും താല്പര്യമാണ്, പ്രതിജ്ഞയാണ്. യുദ്ധമാസങ്ങളോളം നീണ്ടു നിന്നാലും ശരി, അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധശേഖരം ഹമാസിന്റെ പക്കലുണ്ട് എന്നും ഗാസയിലെ ചിലയിടങ്ങളിലായി ഹമാസ് പ്രത്യേക പോലീസ് സേനയെ വിന്യസിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. 20,000-ലധികം പലസ്തീൻ പൗരന്മാരെ കൊന്നൊടുക്കിയിട്ടും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് US ഉദ്യോഗസ്ഥർ വിമർശിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഹമാസ് നേതാക്കളെ വധിച്ചതിന്റെ പേരിലാണ് ഇസ്രായേലിനെതിരെ സിറിയ തിരിയുന്നത്, ഇറാനും ഹൂതികളും തിരിയുന്നത്, ഹിസ്ബുല്ലയും ലെബനനും തിരിയുന്നത്, ഹൂതികളും യമനും തിരിയുന്നത്. അതായത് ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ആ ഇസ്ലാം മത പ്രേമവും അതുപോലെ ജൂതവിരോധവും വർക്കൗട്ടാക്കാൻ കിട്ടിയ ഒരു സാഹചര്യമാണ് അവർ വർക്കൗട്ടാക്കുന്നത്. അപ്പോ ഹമാസ് നേതാവാണ് മൂസവി, അയാളെ വധിച്ചു. അതിന്റെ ഒരു മോഡൽ സർജിക്കൽ സ്ട്രൈക്കുമായിട്ടാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത്. സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 5 ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. സിറിയയിൽ കയറിയാണ് ഇസ്രായേൽ ഇറാൻ ഉദ്യോഗസ്ഥരെ വധിക്കുന്നത്. മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ മൊസാദ് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്യുമ്പോൾ തിരിച്ച് 10 തിരിച്ചടി, അപ്പോൾ 15 എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങോട്ട്. ഇതെങ്ങനെ അവസാനിക്കും? ഇതിന് ഒരു അവസാനം ഉണ്ടാകില്ല ഉടനെ എന്ന് നെതന്യാഹു പറയാൻ കാരണവും ഇത് തന്നെയാണ്. ഇറാനും ഹിസ്ബുല്ലയ്ക്കും തിരിച്ചടി നൽകി ഇസ്രായേലിന്റെ മിന്നൽ ഓപ്പറേഷനാണ് ഇപ്പോൾ വൈറലാകുന്നത്. സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ 5 സൈനിക ഉപദേഷ്ടാക്കളാണ് കൊല്ലപ്പെട്ടത്. റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇറാന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹജ്ജത്തുള്ള ഒമിദുവാർ, അലി അഗസാദിഗ്, ഹുസൈൻ മുഹമ്മദ്, സയ്യിദ് കരീമി, മുഹമ്മദ് അമീൻ സമദി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 4 മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിൽ 4 നില കെട്ടിടം പൂർണ്ണമായി തകർന്നടിഞ്ഞു. ഏതാനും സിറിയക്കാരും കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഡമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിരുന്ന സയ്യിദ് റാസി മൗസവി കൊല്ലപ്പെട്ടിരുന്നു. സിറിയയിലെയാണ്, ഇറാൻ റവല്യൂഷണറി ഗാർഡാണ്. അദ്ദേഹം ഹമാസുമായിട്ടുള്ള നേതൃസ്ഥാനത്തൊക്കെ വഹിച്ചിരുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. ഇതിനുശേഷം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി. ഇതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം ശക്തമായത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ 5 സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടു. സംഭവത്തോടെ മേഖലയിൽ സംഘർഷം മൂർച്ഛിച്ചു. ഇസ്രായേൽ നടത്തിയത് കുറ്റകൃത്യമാണെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇതിന് തിരിച്ചടി ഉറപ്പാണെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം അൽ റഈസി വ്യക്തമാക്കി. അപ്പോ അങ്ങോട്ട് ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ട് അടിക്കുന്നു. കഴിഞ്ഞ മാസം ഡമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിരുന്ന സയ്യിദ് റാസി മൗസവിയാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റഈസി പറഞ്ഞു. അതായത് നമ്മൾ ഇറാൻ ഇങ്ങോട്ടടിക്കുമ്പോൾ കൊള്ളുക, തിരിച്ചടിച്ചാൽ ഇസ്രായേലിന്റെ ക്രൂരത ഇതൊരിക്കലും ഇസ്രായേൽ അംഗീകരിക്കില്ല. ഈ ലോകം മുഴുവനും ഈ പ്രത്യാക്രമണത്തിനെതിരെ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നാലും ശരി, ഇസ്രായേലിന്റെ ശരികളിൽ ഇസ്രായേൽ ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും. നന്ദി.